അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ വേഗം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീനിൻ്റെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ആവശ്യമായിട്ട് ഒരു അര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി ചെറിയ പീസ് ഒരെണ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, മല്ലി നമ്മൾ മുഴുവൻ മല്ലിയാണ് എടുത്തിരിക്കുന്നത്, അത് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്ര സാധനമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു സ്വല്പം എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഏത് കുക്കിംഗ് ഓയിൽ എടുക്കുന്നതെന്ന് വെച്ചാൽ ആ കുക്കിംഗ് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒത്തിരി അങ്ങ് മൂത്ത് പോകണ്ട. ആദ്യം തന്നെ നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇത് ഒത്തിരി അങ്ങ് മൂത്ത് പോയല്ലേ നമ്മുടെ നമ്മൾ വറുത്തരച്ച കറികൾ വെക്കത്തില്ലേ, ആ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ ആ ടേസ്റ്റ് വേണ്ട, എന്നാലും നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കാവേ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, അതിനാണ് മൂപ്പ് കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം അത് തന്നെ ഇട്ടത്. അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇതിപ്പോൾ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കറിവേപ്പില എടുക്കുന്നത്. അപ്പോൾ ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും കൂടെ തന്നെ നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാവേ. ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ആവുന്നിടം വരെ മൂപ്പിച്ചെടുക്കണ്ട, അല്ലാതെ തന്നെ നമുക്ക് ഒന്ന് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ആക്കിയെടുക്കാം. തീയലിൻ്റെയൊക്കെ ഒരു ടേസ്റ്റിൽ വരണ്ട, അതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി മൂപ്പിക്കാത്തത്. അപ്പം ആ ഒരു തേങ്ങയുടെ മണമൊക്കെ വരുന്നുണ്ട്, മൂത്ത് വരുന്ന തേങ്ങയുടെ മണമൊക്കെ വരുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് നമ്മുടെ മല്ലി ചേർത്ത് കൊടുക്കാവേ. മുഴുവനായിട്ടുള്ള മല്ലി തന്നെ എടുക്കണേ. പൊടി എടുക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് വരത്തില്ല. മുഴുവനായിട്ടുള്ള മല്ലി തന്നെയാണ് അതിന് നല്ലത്. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള മുളകും കൂടെ ചേർത്ത് കൊടുക്കാവേ. നമ്മൾ ഇതിനകത്ത് മുളക് പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ വറ്റൽമുളക് തന്നെ എടുത്തത്. അപ്പം നമ്മുടെ ഈ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിനി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാവേ, ആറിയതിന് ശേഷം. അപ്പം ഞാനിപ്പോൾ സ്റ്റൗ അങ്ങ് നിർത്തുകയാണ്, കാരണം ഇതിനി അരച്ചെടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ തേങ്ങയും ഉലുവയും മല്ലിയും എല്ലാം കൂടെ അരച്ച ആ ഒരു ചേരുവ നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അരയാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്താണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ചീനച്ചട്ടിയിലാണ് ഇനി ബാക്കി പരിപാടി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഈ ചേരുവ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം തന്നെ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചാണ്. ഇനി നമുക്ക് ഈ നമ്മുടെ ജാറും കൂടെ അങ്ങ് കഴുകി ഒഴിച്ചേക്കാവേ. നമ്മൾ ഈ തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്ന ഒരു താമസമേ ഉള്ളൂ. ബാക്കി ഈ കറി വളരെ വേഗം തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള പുളി, നമ്മളിവിടെ കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എത്ര നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ ആ പുളിയുടെയൊക്കെ ഒരു 100 നോക്കിയിട്ട് അതിനാവശ്യമുള്ള പുളി ഇടുക. ഒരു സ്വല്പം ആ പുളിയുടെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന മീനെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊഴുവയില്ലേ, ചെറിയ മീൻ കൊഴുവ. അപ്പം നമ്മളത് നല്ല വെട്ടി ക്ലീൻ ആക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അതാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്നത്. ഏത് ചെറിയ മീൻ വേണമെങ്കിലും ഈ ഒരു റെസിപ്പി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതൊന്ന് തിളക്കട്ടെ, എന്നിട്ട് വേണം നമുക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് ബാക്കി പരിപാടി ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ ഗ്രേവി അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഉപ്പ് നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന പുളിക്ക് ചില പുളിക്കുണ്ടല്ലോ ഭയങ്കര 100 കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ക്വാണ്ടിറ്റി എത്ര ഉണ്ട് എന്ന് വെച്ചിട്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മുടെ മീനും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇത് വളരെ വേഗം തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലുണ്ടല്ലോ കറിവേപ്പിലയും കൂടെ ഉണ്ടെങ്കിൽ കുറേ കൂടെ ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മുടെ കറിവേപ്പില ഇരുന്ന് അങ്ങ് ഉണങ്ങിപ്പോയി, അതുകൊണ്ട് നമ്മളിപ്പോൾ കറിവേപ്പില ഉപയോഗിക്കാത്തത്. അപ്പം നമുക്ക് കറിവേപ്പില ഇല്ലാതെ തന്നെ നമ്മുടെ കറി ഇപ്പം റെഡിയാക്കി എടുക്കാവേ. ഇത് വളരെ വേഗം തയ്യാറാക്കാൻ പറ്റുന്ന
പറ്റുന്നൊരു റെസിപ്പിയാണ്. നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം വളരെ വേഗം തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മീൻ, ചെറിയ മീൻ ഏത് വേണേലും നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ മീൻ കിട്ടുവാണെങ്കിലേ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. എന്ന് നമ്മൾ വറുത്തരയ്ക്കാന്നല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായ രുചിയായിരിക്കും നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് വറുത്ത് എടുക്കുമ്പോഴത്തേക്കും. എന്നാൽ ആ ഒത്തിരി നമ്മുടെ ബ്രൗൺ കളർ വരെ ആകാൻ വേണ്ട, ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഒന്ന് എടുക്കുകയാണെങ്കിൽ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് പറയണേ. അപ്പോൾ ഈ കറി നമുക്ക് അടച്ചു വെച്ചിനി വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയ മീൻ കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കണേ. പിന്നെ ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇല്ലേ, അതും കൂടെ ഒന്ന് ഓൺ ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നമുക്ക് മൊബൈലിൽ തന്നെ കിട്ടുന്നതായിരിക്കും. പിന്നെ കൂട്ടുകാർക്കൊക്കെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ റെസിപ്പികളൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പിയായിട്ട് നാളെ തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm